ഹായ്, ഞാൻ സുബിൻ വിആർ. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ളത്. കാരണം പലർക്കും പല തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. കാരണം പുതിയ റെജീം കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. പഴയ റെജീമിൽ ഒരുപാട് ഡിഡക്ഷൻസ് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനായിട്ട് തന്നെ, അതായത് പുതിയ റെജീമാണോ അല്ലെങ്കിൽ പഴയ ഡിഡക്ഷൻസ് എടുത്തിട്ടുള്ള പഴയ റെജീമാണോ കൂടുതൽ ബെനിഫിഷ്യൽ ആവുക, ഇത്തരം കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തന്നെ വേണ്ടി വരാറുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് സംശയം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്ററിനെ പരിചയപ്പെടാം. നമ്മൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് ഇ ഫയലിംഗ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് തന്നെ സെലക്ട് ചെയ്യുക. incometax.gov.in എന്നുള്ള സൈറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് താഴെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ രണ്ട് തരം കാൽക്കുലേറ്ററുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക് കാൽക്കുലേറ്റർ, ദെൻ അഡ്വാൻസ്ഡ് കാൽക്കുലേറ്റർ. ബേസിക് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക. നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ വരുന്നത് 2024-25 നിങ്ങളുടെ കാറ്റഗറി ടാക്സ് പെയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, റെസിഡൻ്റ് ആണ്. നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റഗറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏജ് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ബിലോ 60 ഇയേഴ്സ് റെഗുലർ സിറ്റിസൺ എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ആനുവൽ ഇൻകം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ ആനുവൽ ഇൻകം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബേസിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാലറീഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് 8,30,000 രൂപ സാലറിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം നിങ്ങൾക്ക് 2,20,000 രൂപ വരുന്നുണ്ട്. ഡിവിഡൻഡ് ഇൻകം 40,000 രൂപ. അങ്ങനെ 10,90,000 രൂപയാണ് നിങ്ങളുടെ മൊത്തം വരുമാനം എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം വരുമാനം ഇവിടെ ടോട്ടൽ ആനുവൽ ഇൻകം എന്നുള്ളത് 10,90,000 എന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് 80Cയിൽ സെക്ഷൻ 80Cയിൽ 45,000 രൂപ ഡിഡക്ഷൻ ഉണ്ട്. സെക്ഷൻ 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതിൽ 15,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ട്. നിങ്ങൾ ഹൗസിംഗ് ലോണിലെ ഇൻട്രസ്റ്റിൽ 78,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ട്. അങ്ങനെ 1,38,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ടാക്സ് സമ്മറി കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ടോട്ടൽ ആനുവൽ ഇൻകം 10,90,000 രൂപയാണ്. നിങ്ങളുടെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 1,38,000 രൂപയാണ്. രണ്ട് ടാക്സ് റെജീമിലും എത്രയാണ് ടാക്സ് വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ആസ് പെർ ഓൾഡ് റെജീം നിങ്ങൾക്ക് 1,07,016 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി ന്യൂ റെജീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ വെറും 76,440 രൂപ മാത്രമാണ് വരുന്നത്. ഈ അസസ്മെൻറ്റ് ഇയർ തൊട്ട്, അതായത് 2024-25 അസസ്മെൻറ്റ് ഇയർ തൊട്ട് ന്യൂ റെജീം വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം റിട്ടേൺ സബ്മിറ്റ് ചെയ്തെടുക്കുക. അതുമാത്രമല്ല ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നത് ന്യൂ റെജീമാണ്. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും യു സേവ് ₹30,576. നിങ്ങൾ 30,576 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുമാത്രമല്ല നിങ്ങൾക്ക് അവിടെ ഒരു കമ്പാരിസൺ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാനായിട്ട് സാധിക്കും. വ്യൂ കമ്പാരിസൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ കാണാം. ടോട്ടൽ ആനുവൽ ഇൻകം ഇത്രയാണ്, ഡിഡക്ഷൻസ് ഇത്രയാണ്, ടാക്സബിൾ ഇൻകം എത്രയാണ് എന്നുള്ളത്, ദെൻ ടാക്സ് എമൗണ്ട് ഓരോ റെജീമിലും എത്രയാണ് ടാക്സ് എമൗണ്ട് വരുന്നത് എന്നുള്ളൊരു കമ്പാരിസൺ, ഒരു കോളമിനാറായിട്ടുള്ളൊരു കമ്പാരിസണും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് അഡ്വാൻസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് കഴിയുക. നിങ്ങളുടെ ഓരോ വരുമാനവും, നിങ്ങൾക്ക് ഒരുപാട് വരുമാനങ്ങളുണ്ട് അല്ലെങ്കിൽ പല പല ഹെഡുകളിൽ നിങ്ങൾക്ക് വരുമാനമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കാൽക്കുലേറ്റർ എങ്ങനെ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി അറിയാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ന്യൂ റെജീമാണോ ഓൾഡ് റെജീമാണോ ബെറ്റർ, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അഡ്വാൻസ് കാൽക്കുലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാം. അവിടെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള അഡ്വാൻസ് കാൽക്കുലേറ്റർ സെലക്ട് ചെയ്യുക. അതിൽ ആദ്യം നിങ്ങൾ ഓൾഡ് റെജീം സെലക്ട് ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ 24-25 തന്നെ, ഇൻഡിവിജ്വൽ, റെസിഡൻ്റ് ആണ്, ബിലോ 60 ഇയേഴ്സ്. നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഓഫ്
സബ്മിഷൻ വരുന്നത് നിങ്ങൾ ടാക്സ് ഓഡിറ്റ് അല്ല സാധാരണ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് 31 ജനുവരി 2024 ആക്ച്വൽ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് നിങ്ങൾ എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സേ നിങ്ങൾ ജൂൺ 30 ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 30 എന്ന് കൊടുക്കാം. ജൂൺ 30 എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂൺ 30 വരെയുള്ള ഇൻട്രസ്റ്റ് എത്ര നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് സിസ്റ്റം കാണിച്ചു തരും. ദെൻ ഇനി ബാക്കിയുള്ള എല്ലാ ഹെഡുകളിലുള്ള ഇൻകം നിങ്ങൾ സമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് സാലറിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സാലറി വരുന്നത് നെറ്റ് സാലറി ഇൻകം വരുന്നത് നമുക്ക് വരുന്നത് ഇവിടെ 8,30,000 രൂപയാണ്. 8,30,000 രൂപ എന്ന് കൊടുക്കുന്നു. ദെൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളത് ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽ ടാക്സ് നിങ്ങൾക്ക് 2,400 രൂപ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾഡ് റെജീമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം തന്നെ ഓൾഡ് റെജീം എടുത്തതിന് ശേഷം ഡാറ്റ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഓൾഡ് റെജീമിൽ എത്ര വരും ന്യൂ റെജീമിൽ എത്ര വരും എന്നുള്ളത്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. 78,000 രൂപയാണ് നമുക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അതുമാത്രമല്ല നമ്മളൊരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു വാടക വരുമാനം ലഭിക്കുന്നുണ്ട്. 1,20,000 രൂപയാണ് വാടക വരുമാനം ലഭിക്കുന്നത്. അതിൽ നിങ്ങൾ 10,000 രൂപ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അൺറിയലൈസ്ഡ് റെൻറ്റ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് റെൻറ്റിന് നമുക്ക് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ട് തന്നെ 33,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വാടകയിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി -1,000 rupees എന്നവിടെ വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ കുറച്ച് ഗോൾഡ് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതർ ദാൻ കവേർഡ് അണ്ടർ സെക്ഷൻ 111A, അതായത് സാധാരണ ക്യാപിറ്റൽ ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 111A എന്നുള്ള സെക്ഷൻ പറയുന്നത് നിങ്ങൾ ഇക്വിറ്റി എന്നുള്ള, അതായത് 15% ആണ് അതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് കൊടുക്കേണ്ടത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കവേർഡ് അണ്ടർ സെക്ഷൻ 111A എന്നുള്ള രണ്ടാമത്തെ റോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ 5 കോളംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പീരീഡിലാണ് നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ വരുമാനങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, ഓരോ ബ്രാക്കറ്റുകളിലും 50,000 രൂപ വെച്ചാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 50,000 നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. നമുക്ക് 2 ലക്ഷം രൂപയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 16 to December 15 എന്നുള്ളൊരു ഒരു ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുന്നു. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 20%, ചാർജബിൾ അറ്റ് 20%. അതായത് നിങ്ങൾ ലാൻഡ് വിറ്റിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾഡ് വിറ്റിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ചാർജബിൾ അറ്റ് 20%-ലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഒരു 2.5 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് മാർച്ച് 16 തൊട്ട് 31 വരെയുള്ള ആ പീരീഡിലാണ്. അപ്പോൾ 2.5 ലക്ഷം രൂപ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഷെയർസിൽ നിന്നുള്ള 10% ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് വരുന്നത് അവസാനത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A ചാർജ്ഡ് ടു ടാക്സ് അറ്റ് ദ റേറ്റ് 10%. അവസാനത്തെ റോ, അതായത് ഷെയർസിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടത് നമ്മൾ അവസാനത്തെ കോളത്തിലാണ്. നമുക്കൊരു 3 ലക്ഷം രൂപയാണ് നമുക്ക് ഷെയർസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ഡിസംബർ തൊട്ട് മാർച്ച് വരെയുള്ള ഒരു പീരീഡിലാണ് നമുക്ക് ആ 3 lakhs കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റുകൾ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓരോ ബ്രാക്കറ്റിലും ചെറിയ എമൗണ്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 lakhs rupees എന്ന് കൊടുക്കുന്നു. നമുക്കതിന് ഒരു 1 lakh രൂപയുടെ എക്സംഷൻ നമുക്ക് ലഭിക്കും. അത് ബൈ ഡിഫോൾട്ട് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A ചാർജ് ടു ടാക്സ് അറ്റ് 10%. അപ്പോൾ നമ്മൾ അതും കൂടി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ 7.5 ലക്ഷം രൂപയാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നത്. ദെൻ ഇൻകം അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമുക്കവിടെ അതർ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ നമുക്ക് കുറച്ച് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്. ആ ഫിനാൻഷ്യൽ ഇയറിൽ കമ്മീഷൻ 60,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്.
നമ്മൾ 60,000 രൂപ. അപ്പോൾ ബിസിനസ് ഇൻകം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇൻകം അണ്ടർ ദ ഹെഡ് അതർ സോഴ്സസ്. നമുക്ക് അതർ സോഴ്സസിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അങ്ങനെയുള്ള വരുമാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ലഭിച്ചിരിക്കുന്നത് 2,20,000 രൂപയാണ്. അപ്പോൾ അതർ ഇൻട്രസ്റ്റ് ഇൻകം എന്നുള്ള സ്ഥലത്ത് നമ്മൾ 2,20,000 കൊടുക്കുന്നു. വിന്നിങ് ഫ്രം ലോട്ടറി ഇല്ല. ദെൻ എനി അതർ ഇൻകം, നമുക്ക് ഡിവിഡൻഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് 40,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. 40,000 രൂപ. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ബാക്കി കുറച്ച് ഡിഡക്ഷൻസ് നമുക്കുള്ളത് സെക്ഷൻ 80C നമുക്കൊരു 45,000 രൂപ ക്ലെയിം ചെയ്യാനുണ്ട്. നമുക്ക് 45,000 രൂപ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ നമുക്ക് 45,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 45,000 രൂപ നമ്മൾ ക്ലെയിം ചെയ്യുന്നു. സെക്ഷൻ 80D നമുക്ക് 15,000 രൂപ ക്ലെയിം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഓൾഡ് റെജീം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് എത്ര രൂപ ടാക്സ് വരും എന്ന് നമുക്ക് ആദ്യം ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ താഴെ കാണാനായിട്ട് കഴിയും ടാക്സബിൾ ഇൻകം 17,86,600 രൂപയാണ്. അതിൽ ടാക്സ് അറ്റ് നോർമൽ റേറ്റും ടാക്സ് അറ്റ് സ്പെഷ്യൽ റേറ്റും ഉണ്ട്. അതിൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഓരോ സെക്ഷനിലും 111A എത്രയാണ്, 20% എത്രയാണ്, ദെൻ അറ്റ് ദ റേറ്റ് 112A എത്രയാണ്, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112A എത്രയാണ്, ചാർജ് ടു ടാക്സ് അറ്റ് 10% എത്രയാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ആ സ്പെഷ്യൽ റേറ്റിലുള്ള ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തത് എന്നടക്കം നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ ടോട്ടൽ ടാക്സ് ബിഫോർ റിബേറ്റ് എന്ന് പറയുന്നത് 2,23,480 രൂപയാണ്. ദെൻ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം വരുന്നത് 2,32,419 രൂപ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടക്കമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൽഫ് അസസ്മെന്റ് ടാക്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് അതിൻ്റെ ഡീറ്റെയിൽസ് വിത്ത് നിങ്ങൾക്ക് ഡേറ്റ് അടക്കം കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡിഡക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് TDS ആയിട്ട് പൈസ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സിസ്റ്റം വർക്കൗട്ട് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻസ് ടാക്സ് നമ്മളൊന്നും അടച്ചതായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് സെക്ഷൻ 234B അല്ലെങ്കിൽ സെക്ഷൻ 234C പ്രകാരം. ദെൻ അതടക്കം അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറയുന്നത് 2,47,610 രൂപയാണ്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇത് ഓൾഡ് റെജീം പ്രകാരമാണ് ഇത്രയും പൈസ നമുക്ക് അടയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ന്യൂ റെജീം പ്രകാരം എത്ര കാണും എന്നറിയാനായിട്ട് പ്രത്യേകിച്ച് ഡാറ്റ ഒന്നും ഇൻപുട്ട് ചെയ്യേണ്ട കാര്യമില്ല. 2,47,610 നമുക്ക് ഓൾഡ് റെജീം പ്രകാരം ടാക്സ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽഡ് വർക്കിംഗ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളിവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷീറ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ന്യൂ റെജീമിൽ എത്ര ടാക്സ് വരും എന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ന്യൂ റെജീമിലെ ടാക്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ന്യൂ ടാക്സ് റെജീം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ സെക്ഷൻ 80C ഡിഡക്ഷൻസ് ഇതെല്ലാം ഡിസേബിൾ ആയിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 80C അല്ലെങ്കിൽ 80D ഒക്കെ അവിടെ നില്ലായി പോയി. അപ്പോൾ ടാക്സബിൾ ഇൻകം തന്നെ മാറി 19,27,000 രൂപയാണ്. ടാക്സ് അറ്റ് നോർമൽ റേറ്റ്, ടാക്സ് അറ്റ് സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ന്യൂ റെജിമിൽ ടാക്സ് വരുന്നത് വെറും 1,94,012 രൂപയാണ്. അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിന്റെ ഇൻട്രസ്റ്റ് അടക്കം വന്നിരിക്കുന്നത് 2,06,120 രൂപ മാത്രമാണ്. ഇൻട്രസ്റ്റ് അടക്കം ടാക്സ് ലയബിലിറ്റി വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് പഴയ റെജീം പ്രകാരം ടാക്സ് ലയബിലിറ്റി വന്നിരിക്കുന്നത് 2,47,610 രൂപയാണ്. അതായത് ഏകദേശം 41,000 രൂപയുടെ അടുത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത് ന്യൂ റെജീം ഒപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് ഏത് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യണം, എത്ര രൂപ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിന് ഇൻട്രസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്ററാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ടാക്സ് റെജീമാണ് ബെനിഫിഷ്യൽ എന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.